മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുനമ്പം ജനത ബി.ജെ.പിക്ക് വോട്ടു ചെയ്തോ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. അതിനു മുമ്പേ ആയിട്ട് ബി.ജെ.പിയുടെ എം.എൽ.എ വി മുരളീധരൻ ലേറ്റസ്റ്റ് ആയിട്ട് സതീശനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗിനെയും കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഈ സർക്കാരിന് ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ ആ വഖഫ് ബോർഡ് പിരിച്ചുവിടാമായിരുന്നു. കാരണം വഖഫ് ബോർഡ് രൂപീകരിച്ചത് നിലവിലുള്ള വഖഫ് നിയമത്തിനനുസരിച്ചല്ല. നിലവിലുള്ള വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബോർഡ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിനെ പിരിച്ചുവിടാനുള്ള തീരുമാനം എടുക്കാമായിരുന്നു. ആ തീരുമാനം എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്താൻ ഇപ്പോഴും വി.ഡി. സതീശന്റെ നാവ് പോകുന്നില്ല. കാരണം വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പാണക്കാട് നിന്ന് ശാസനം വരുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ നിയമവിരുദ്ധമായിട്ടുള്ള തീരുമാനമെടുത്ത ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം കഴിഞ്ഞ സർക്കാരിനെതിരായിട്ട് ആ കുറ്റം കെട്ടിവെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സ്വന്തം കസേര രക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. നിങ്ങൾ കേട്ടില്ലേ? വി മുരളീധരൻ എം.എൽ.എ രംഗത്തെത്തിയിട്ട് മുനമ്പം ജനതയ്ക്ക് വേണ്ടി തന്നെയാണ് വാദിക്കുന്നത്. അദ്ദേഹം എടുത്തു പറയുന്നു, വി.ഡി. സതീശൻ അനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശന് മുസ്ലിം ലീഗ് പറയുന്നതിൽ അപ്പുറം ഒരടി മുന്നോട്ട് നീങ്ങാൻ സാധിക്കൂല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അദ്ദേഹം എടുത്തു പറയുന്നു. ഇടതിന്റെ കാലത്ത് അവരെന്തോ ചെയ്തു എന്ന് പറയുന്ന വി.ഡി. സതീശൻ ഒരിക്കലും ഈ പറയുന്ന ഇടത് തന്നെ തീരുമാനിച്ച വഖഫ് ബോർഡിന്റെ ആളുകൾക്കെതിരെ പോലും ഒരക്ഷരം സതീശൻ മിണ്ടുന്നില്ല. ഇടതെന്തോ ചെയ്തു എന്നാ പറയുന്നത്. കേരളത്തിലെ വിവേകമുള്ള ജനത ഇന്ന് കൃത്യമായിട്ട് പറയുന്നു, ഇടതും വലതും. കേരളത്തിലെ ഇടതും വലതും മുനമ്പം ജനതയെ വഞ്ചിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തർക്കമില്ലാത്ത വിഷയ 10 മിനിറ്റ് കൊണ്ട് തീരുമാനമാക്കുമെന്ന് പറഞ്ഞ വി.ഡി. സതീശന് ഇതുവരെ ആ ഒരു 10 മിനിറ്റ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും മുനമ്പം ജനതയും മുനമ്പം ജനതയെ പിന്തുണയ്ക്കുന്ന സകലരും തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ മുനമ്പം ജനതക്കൊപ്പം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ നിലകൊണ്ടിട്ടുള്ള കേരളത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുനമ്പം ജനത ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്തോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2021 ഈ വൈപ്പിൻ മണ്ഡലത്തിൽ മുനമ്പം ജനത വൈപ്പിൻ മണ്ഡലത്തിലാണ് വരിക. ഈ വൈപ്പിൻ മണ്ഡലത്തിലെ ബി.ജെ.പിക്ക് 2021 കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 13,540 വോട്ടാണ്. ഈ 2021 നിന്ന് മാറിയിട്ട് 2026 എത്തുമ്പോ ബി.ജെ.പി അല്ല അവിടെ മത്സരിക്കുന്നത്, 2020 ആണ് മുന്നണിയുടെ ഭാഗമായിട്ട് അനിത തോമസ്. അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 13,637. അതായത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, 2021 2020 മാത്രമായിട്ട് 16,707 വോട്ട് കിട്ടിയിരുന്നു. ബി.ജെ.പിക്ക് 2021 13,540. യഥാർത്ഥത്തിൽ മുന്നണിയിലേക്ക് എത്തിയത് വെച്ച് നോക്കുമ്പോ വോട്ട് വലിയ രീതിയിൽ കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പോലും മുനമ്പം ജനതയ്ക്ക് വേണ്ടി ഇന്നും നീതിയുടെ പക്ഷത്ത് നിന്ന് വാദിക്കുന്നത് ബി.ജെ.പി മാത്രമാണ് എന്നുള്ളത് മുനമ്പം ജനത ഇനിയെങ്കിലും തിരിച്ചറിയണോ. ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ സതീശനെ വിശ്വസിക്കോ, സതീശൻ ചെയ്തു തരുമെന്ന് പലതവണ പറഞ്ഞു. സതീശൻ എത്തിയിട്ട് ദേവാലയത്തിന്റെ മുന്നിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട്, ദേവാലയത്തിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്, 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെ മുനമ്പം ജനതയും അവരെ വിശ്വസിക്കുന്ന, അവരെ പിന്തുണയ്ക്കുന്നവരും യഥാർത്ഥത്തിൽ ഇത്തവണ UDF-ന് വോട്ടു ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അത് ദേവാലയത്തെ പോലും എടുത്തുയർത്തി രാഷ്ട്രീയമായിട്ട് സതീശൻ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാ. ആ സതീശൻ അത് പറഞ്ഞിട്ടുള്ളത് പച്ചക്കള്ളമാണെന്ന് ഇനിയെങ്കിലും മുനമ്പം ജനതയും അവരെ പിന്തുണച്ചവരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ലേ. ആ മുനമ്പം വിഷയം വന്ന സമയം മുതൽ
ആ വിഷയവും സമരവുമായിട്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ മുനമ്പം ജനതയെ ആത്മാർത്ഥമായിട്ട് പിന്തുണച്ചിട്ടുള്ളൂ. പക്ഷെ അത്തരത്തിലുള്ള ഒരു വോട്ട് BJPക്ക് എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും നീതിയുടെ പക്ഷം ആരാണോ തെരുവിൽ ഇറങ്ങേണ്ടി വരുന്ന സാധാരണക്കാർ അവർക്കൊപ്പം അല്ലാതെ പ്രമാണിമാർക്കൊപ്പമല്ല. വഖഫിന്റെ സ്ഥലപ്പത്തുള്ള പ്രമാണിമാർക്ക് വേണ്ടിയിട്ടല്ല BJP നിലപാടെടുക്കുന്നത്. BJP കൃത്യമായിട്ട് തങ്ങൾക്ക് വോട്ട് ലഭിച്ചോ വോട്ട് ലഭിച്ചില്ലേ എന്നൊരു കണക്കല്ല BJP ഇവിടെ നമ്മൾ ഇത് കൃത്യമായിട്ട് നോക്കുമ്പോ വളരെ വ്യക്തമാണ്. വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, പറയുന്ന K സുരേന്ദ്രന്, BJPയുടെ സംസ്ഥാന തലത്തിലെ സകല നേതാക്കന്മാരും ഒരേ നിലപാടിൽ തങ്ങൾ ഇനിയും മുനമ്പം ജനതക്കൊപ്പം തന്നെയാണ്, തങ്ങൾ നീതിക്കൊപ്പമാണ് നിലകൊള്ളുന്നത് എന്ന് കേരള ജനതയോട് വിളിച്ചു പറയുമ്പോ കേരളത്തിലുടനീളമുള്ള വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയാ. കേവലം വോട്ട് കിട്ടുമോ കിട്ടില്ലേ എന്നതിലപ്പുറം മനുഷ്യത്വത്തിനും നീതിക്കുമൊപ്പമാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്ന് കേരള ജനത BJPയുടെ ഈ നിലപാട് വി മുരളീധരനൊക്കെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയത് നിങ്ങൾ കണ്ടില്ലേ. മുസ്ലിം ലീഗ് പറയുന്നതിലപ്പുറം അതിന്റെ അപ്പുറമായിട്ട് ഒരു അടി സതീശന് മുന്നോട്ട് നീങ്ങാൻ സാധിക്കൂല. അല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ഈ പറയുന്ന മുസ്ലിം ലീഗൊക്കെ പിന്തുണക്കുന്ന സതീശന് വഖഫ് ബോർഡില് സാധാരണക്കാർക്കൊപ്പം നിൽക്കാൻ സാധിക്കുമോ? ഇതൊക്കെ ലളിതമായിട്ട് മുനമ്പം ജനതയും അവരെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും കേരളത്തിലെ വിവേകമുള്ള മനുഷ്യരൊക്കെ തന്നെ മുനമ്പത്ത് ആ വഖഫുമായി ബന്ധപ്പെട്ട് തെരുവിലേക്ക് ഇറക്കി വിടുമെന്ന് വഖഫ് പറയുന്ന ആ ജനതക്കൊപ്പ ഒരു തർക്കമില്ലാത്ത വിഷയ. സാധാരണക്കാർക്കൊപ്പമാണ് കേരളത്തിലെ വിവേകമുള്ള മനുഷ്യർ. അവർ ഇത്തവണ UDF എന്തോ മലമറച്ചു തരുമെന്ന് വിശ്വസിച്ചു പോയി. സതീശൻ അത് പച്ചക്ക് ഇപ്പോ കൃത്യമായിട്ട് പറയോ ഇടതങ്ങനെ ചെയ്തു ഇങ്ങനെ എന്നെ ആളുകൾ കളിയാക്കുന്നു, എന്നാലും പ്രശ്നമില്ല, പക്ഷെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് ആ കപടത മുനമ്പം വിഷയത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ പോലും വിശ്വസിച്ചു പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഇനിയെങ്കിലും സകലരും തിരിച്ചറിയും. നിങ്ങൾ ഉത്തർപ്രദേശിലേക്കൊക്കെ നോക്കണം. ഈ പറയുന്ന വഖഫ് ഭേദഗതി ബില്ലൊക്കെ പാസ്സായതിന്റെ തൊട്ടു പിന്നാലെ ഈ പറയുന്ന ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയൊക്കെ രംഗത്തെത്തിയിട്ട് വളരെ വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വഖഫ് ബോർഡിന്റെ പേരിൽ ഇനി ഭൂമി കയ്യേറ്റങ്ങൾ ഉണ്ടാകില്ല. യോഗി ആദിത്യനാഥ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. നാഷണൽ മീഡിയാസിലൊക്കെ വാർത്ത വന്ന കേരള സർക്കാരിന്റെ നെറുകേടുകാരാണ് മുനമ്പം ജനത ഇപ്പോ സമരം ചെയ്തത്. ഇപ്പൊ തെരുവിൽ തന്റെ സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഇടതെന്തായിരുന്നു എന്ന് ഇടത് ഭരിച്ച സമയത്ത് മനസ്സിലായി. UDF എന്താണ് എന്ന് ജനങ്ങള് കൃത്യമായി മനസ്സിലാക്കിയില്ലേ. ഇനി ഈ വിഷയത്തിലൊക്കെ BJPക്ക് മാത്രമേ ജനങ്ങളെ സാധാരണക്കാരെ സഹായിക്കാൻ സാധിക്കൂ. എടുത്തു പറയാ, ഈ സമയത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡേഴ്സ് നീതിക്കൊപ്പവും സാധാരണക്കാർക്കൊപ്പവുമാണ് നിലപാടെടുക്കുന്നത് എന്ന് മുനമ്പം വിഷയത്തിൽ ഇപ്പോഴും BJP MLA രംഗത്തെത്തിയിട്ട് UDFനെതിരെ ആഞ്ഞടിക്കുമ്പോൾ കേരള ജനത ഒന്നടക്കം തിരിച്ചറിയാം BJP നീതിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ബംഗാളിലൊക്കെ 3-ൽ നിന്ന് 208-ലേക്കും കേരളത്തിൽ ഇനി 3-ൽ നിന്ന് 103-ലേക്കും പോവാൻ പോകുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ.